എല്ലാവർക്കും നല്ല നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ മർച്ചൻ്റ് അസോസിയേഷൻ്റെ ചാലക്കുടിയിലെ ഓഫീസിൻ്റെ മുന്നിലാണ്. ഇത് ഒരു വ്യാപാരികളുടെ ഒരു കേന്ദ്രം എന്നതിനേക്കാൾ ഉപരി ഒരുപാട് കാരുണ്യ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു ഓഫീസാണത്. ഞാനിത് പറയാൻ കാരണം എനിക്ക് തന്നെ അനുഭവമുണ്ട്. എൻ്റെ അപ്പച്ചൻ വയ്യാതെ കിടക്കുന്ന സമയത്ത് വീൽ ചെയർ ആവശ്യമുണ്ടെന്ന് പറഞ്ഞപ്പോൾ അന്ന് ഇവിടുത്തെ സെക്രട്ടറി ആയിരുന്ന റൈസൻ ചേട്ടനും ജോയ് മുത്തേണൻ ചേട്ടനൊക്കെ വളരെ പെട്ടെന്ന് തന്നെയാണ് സംഘടിപ്പിച്ചത്. ഓക്സിജൻ സിലിണ്ടർ, ഒരുപാട് സംഭവങ്ങൾ ഈ ഓഫീസുമായി ബന്ധപ്പെട്ട് നടക്കുന്നുണ്ട്. ഇന്നൊരു വളരെ പ്രധാനപ്പെട്ട ചടങ്ങ് നടക്കുകയാണ്. തൃശ്ശൂർ ജില്ലാ വ്യാപാര വ്യവസായ ഏകോപന സമിതിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പദ്ധതിയായിട്ടുള്ള ഭദ്രം പ്ലസ് എന്ന് പറയുന്നൊരു വലിയ പദ്ധതി നടപ്പിലാക്കിയിട്ടുണ്ട്. ഈ പദ്ധതി പ്രകാരം 34 ലക്ഷം രൂപയാണ് വ്യാപാരികൾക്ക് മരണശേഷം അവരുടെ കുടുംബാംഗങ്ങൾക്ക് കൈമാറുന്ന ചടങ്ങ്. അതുമാത്രമല്ല, പുണ്യം പദ്ധതിയുടെ ഭാഗമായിട്ട് ചാലക്കുടി മർച്ചൻ്റ് അസോസിയേഷൻ ഇലക്ട്രിക് വീൽ ചെയർ സമ്മാനിക്കുകയാണ്. അപ്പോൾ ഇത്തരത്തിൽ നമ്മുടെ ചാലക്കുടിയിലെ വ്യാപാരികളും അതുപോലെ തന്നെ കച്ചവടക്കാരൊക്കെ ഇവിടുത്തെ സാമൂഹ്യപരമായ ഇടപെടലുകളിലും മറ്റു കാര്യങ്ങളിലും ഒരുപാട് സജീവമായി ഇടപെടുന്ന സംഘടനയാണ്, പ്രവർത്തകരാണ് എന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ്. മർച്ചൻ്റ് അസോസിയേഷൻ ചെയ്യുന്ന ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കും സാമൂഹ്യ ഇടപെടലുകൾക്കും നമുക്ക് കരുത്തേകാം. കാരണം അവരാണ് ഈ പട്ടണത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ശക്തി. എല്ലാ സാമൂഹിക സാംസ്കാരിക മേഖലകളിലൊക്കെ തന്നെ ചാലക്കുടിയിലെ വ്യാപാരികളും കച്ചവടക്കാരുടെ സഹായമില്ലാതെ മുന്നോട്ട് പോകാൻ സാധിക്കില്ല എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നമുക്ക് ഈ പദ്ധതിയുടെ ഉദ്ഘാടന ചടങ്ങിലേക്ക് കടന്നേലാം. അവശത അനുഭവിക്കുന്ന ഒരു കുടുംബത്തിന് ചാലക്കുടി മർച്ചൻസ് അസോസിയേഷൻ താങ്ങും തണലുമായി നിൽക്കുന്നവരെല്ലാവർക്കും അറിയാലോ. അപ്പോൾ തളർന്ന ഈ രണ്ട് കാര്യവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞങ്ങളെ വിളിച്ചു, ഞങ്ങളൊന്ന് സഹായിക്കുമെന്ന്. ആ വിളി ഇന്ന് ഞങ്ങൾ കേൾക്കണം. ആ വിളി ഇന്ന് ജില്ലാ പ്രസിഡന്റ്, ഈ ചേച്ചിക്ക് ലിജി എന്നാണ് പേര്. അപ്പോൾ ചാലക്കുടി ടൗണിൽ കൂടെ ഇലക്ട്രോണിക് മറ്റേ വീൽ ചെയറുമായി പോകുമ്പോൾ ചാലക്കുടിയിലെ വ്യാപാരി സമൂഹം ഒപ്പം ഉണ്ടാവുമെന്ന് പറഞ്ഞുകൊണ്ട് പ്രിയപ്പെട്ട ജില്ലാ പ്രസിഡന്റ് കെ വി അബ്ദുൽ ഹമീദ് ഈ പൈസ കൈമാറുന്നു. ഇവരത് വാങ്ങുന്നതാണ്. ശരി കേട്ടോ. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലുള്ള ഭദ്രം പ്ലസ് കുടുംബസുരക്ഷാ പദ്ധതിയുടെ ധനസഹായ വിതരണം നടത്തി. കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി ജില്ലാ ട്രഷററും ചാലക്കുടി മർച്ചൻസ് അസോസിയേഷൻ പ്രസിഡന്റുമായ ജോയ് മൂത്തേടൻ്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി ജില്ലാ പ്രസിഡന്റ് കെ വി അബ്ദുൽ ഹമീദ് ഉദ്ഘാടനം ചെയ്തു. കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി ജില്ലാ ജനറൽ സെക്രട്ടറി മുഖ്യാതിഥിയായി പങ്കെടുത്തു. അസോസിയേഷൻ ജനറൽ സെക്രട്ടറി ബിനു മഞ്ഞളി സ്വാഗതവും ട്രഷറർ ഷൈജു പുത്തമരയ്ക്കൽ നന്ദിയും പറഞ്ഞ യോഗത്തിൽ സെയിൻറ് മേരീസ് ഫൊറോന പള്ളി വികാരി ഫാദർ വർഗീസ് പാത്താടൻ, വനിതാ വിംഗ് ജില്ലാ പ്രസിഡന്റ് ഷൈന ജോർജ്, ചാലക്കുടി നിയോജക മണ്ഡലം കൺവീനർ പി ശശിധരൻ, യൂത്ത് വിംഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് കിരൺ ഷൺമുഖൻ, വനിതാ വിംഗ് പ്രസിഡന്റ് സിന്ധു ബാബു, യൂത്ത് വിംഗ് പ്രസിഡന്റ് ലിൻഡോ തോമസ്, ചന്ദ്രൻ കൊളത്താപ്പള്ളി, ഡേവിസ് എം ഡി, ഗോവിന്ദൻകുട്ടി EA, ഡേവിസ് വെളിയത്ത്, ജോബി മേലടത്ത്, റൈസൻ ആലൂക്ക, ജോയ് പാനിക്കുളം, ആൻഡോ മേനാച്ചേരി, ആൻഡോ എരിഞ്ഞേരി, ആന്റണി PV എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. മരണം എന്ന് പറയുന്നത്, രോഗം എന്ന് പറയുന്നത് ഇതൊന്നും നമ്മൾ നിശ്ചയിക്കുന്ന കാര്യങ്ങളല്ല. രോഗം വരാതിരിക്കാൻ പ്രാർത്ഥിക്കാം, മരണം വരാതിരിക്കാൻ പ്രാർത്ഥിക്കാൻ കഴിയില്ല, ദീർഘായുസിനായിട്ട് പ്രാർത്ഥിക്കാം. ഈ രണ്ട് കാര്യം നമുക്ക് സാധ്യമായിട്ടുള്ളൂ. പക്ഷേ വന്നിരിക്കുമെന്നുള്ളത് നിശ്ചയമാണ്. അവിടെ പരസ്പരം സഹായിക്കാൻ കഴിയുക എന്നുള്ളത് തന്നെയാണ് വലിയ പുണ്യം. വ്യാപാരം ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ജീവിക്കാൻ വേണ്ടിയിട്ടാണ്. ജീവിതത്തിന്റെ കുറേ പ്രശ്നങ്ങളാണ് നമ്മൾ അഭിമുഖീകരിക്കുന്ന കാര്യങ്ങൾ. രോഗം വരുമ്പോൾ നമ്മൾ പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കുന്നു. നമുക്ക് മക്കൾക്ക് വിദ്യാഭ്യാസം കൊടുക്കണമെങ്കിൽ നമ്മൾ സാമ്പത്തിക പ്രശ്നമുണ്ട്, മക്കളെ വിവാഹം കഴിക്കണമെങ്കിൽ സാമ്പത്തിക പ്രശ്നമുണ്ട്, രോഗം വന്നാൽ സാമ്പത്തിക പ്രശ്നമുണ്ട്, എന്തിനേറെ ഒരു മരണം വന്നാൽ പോലും സാമ്പത്തിക പ്രശ്നമുണ്ട്. അപ്പൊ അത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ കച്ചവടക്കാർ അതിജീവിക്കുന്നത് കച്ചവടം കൊണ്ടാണ്. കച്ചവടത്തിൽ നിന്ന് നമ്മൾ ഇതിനൊക്കെ പണം കണ്ടെത്തേണ്ടത് നിർബന്ധമായിട്ട് മാറുകയാണ്. ആ നിർബന്ധമായിട്ട് മാറുന്ന ആ ഒരു പ്രക്രിയ എത്രത്തോളം ലഘൂകരിക്കാൻ കഴിയും? ഒരു മരണ വീട്ടിൽ 10 ലക്ഷം കൊണ്ടുപോയി കൊടുക്കുമ്പോൾ അവിടെ വലിയ രീതിയിലൊരു ആശ്വാസം നമുക്ക് കൊടുക്കാൻ കഴിയുന്ന ഒരു പക്ഷേ മരിച്ച ആൾക്ക് അത്രയും ഉണ്ടാക്കി വെച്ച് പോകാൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല. നേരത്തെ ഇവിടെ സൂചിപ്പിച്ചല്ലോ. അതുപോലെ നാളുകളിൽ നമ്മൾ ചിന്തിക്കുന്നത് എന്താണ്? ഞാൻ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് നിങ്ങളോട് പറയുന്നുണ്ട്, നാളുകളിൽ ചികിത്സ വരുമ്പോൾ ഏകോപന സമിതിയുടെ മെമ്പറാണെന്ന് പറഞ്ഞാൽ പണം കൊടുക്കാതെ അവിടെ നിന്നിട്ട് പോരാൻ പറ്റുമോ? ഇത് വലിയൊരു ചിന്തയാണ്. ചിന്ത പ്രാവർത്തികമാകുക എവിടെയാണ്? നമ്മളെല്ലാവരും ഒരുമിച്ച് ചിന്തിച്ചാൽ, ഒരുമിച്ച് കൈകോർത്താൽ തീർച്ചയായും അതൊക്കെ ഫലവത്താക്കാൻ നമുക്ക് കഴിയും. 34 ലക്ഷം രൂപയാണ് നമ്മളിന്ന് കൊടുക്കുന്നത്. 3 പേര് മരിച്ചിട്ട് അവരുടെ അനന്തരാവകാശികളെ നമ്മൾ
കൂടെ കൈപിടിച്ച് ഞങ്ങൾ കൂടെ ഉണ്ടെന്നുള്ള സന്ദേശം കൊടുക്കുക. അപ്പോൾ അത് കുറേ കാലമായിട്ട് നമുക്കത് ചെയ്യാൻ കഴിയുന്നു. എല്ലാവരും ഒരുമിച്ച് നിൽക്കുകയാണ്. ഭദ്രത്തിൻ്റെ ഒരു വൈകാരികമായ തലം എവിടെയാണെന്ന് ചോദിച്ചാൽ 10 ലക്ഷം രൂപ കൊടുക്കുന്നതല്ല, മറിച്ച് ഒരു പ്രയാസം ഉണ്ടാകുമ്പോൾ ആ പ്രയാസത്തിൽ പരിപൂർണമായി നമ്മൾ ഒരുമിച്ച് സഹോദരങ്ങളെ പോലെ നിൽക്കുന്നു എന്നുള്ളതാണ്. ഇത്ര സ്നേഹവും കാരുണ്യവും പാരസ്പര്യവും അതുപോലെ ദയാവായ്പും അടങ്ങുന്ന ഒരു പദ്ധതി വേറെ ലോകത്ത് എവിടെ ഉണ്ടാവില്ല. വളരെ സന്തോഷം എന്ന് പറയട്ടെ. ഒരു വ്യാപാരിക്ക് ഒരു അസുഖം വന്നാൽ, ഒരു വ്യാപാരിക്ക് ഒരു പ്രയാസം വന്നാൽ, ഒരു വ്യാപാരിക്ക് ഒരു സങ്കടം വന്നാൽ അവരെ ചേർത്ത് പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു പ്രസ്ഥാനമാണ് വ്യാപാരി വ്യവസായി ഏകോപന സമിതിയും ചാലക്കുടി മർച്ചന്റ്സ് അസോസിയേഷൻ എന്ന് അഭിമാനത്തോടു കൂടി പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഭദ്രം പ്ലസില് അസുഖബാധിതരായ ഒരാൾക്ക് ഇതിന് പറ്റിയാൽ 2.5 ലക്ഷം രൂപ വരെ കൊടുക്കും. ഭദ്രം സുരക്ഷാ പദ്ധതിയിൽ അസുഖം ബാധിച്ചാൽ 5 ലക്ഷം രൂപ കൊടുക്കും. അപ്പൊ തൃശ്ശൂർ ജില്ലയിലെ 45,000-ഓളം വരുന്ന വ്യാപാരികളെ കൂട്ടിച്ചേർത്ത് പിടിച്ചുകൊണ്ട് പ്രിയങ്കരനായ KV അബ്ദുൾ ഹമീദും NR വിനോദ് കുമാറും അടങ്ങുന്ന ആ നേതൃത്വം ഇന്ന് തൃശ്ശൂർ ജില്ലയിൽ മനോഹരമായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് ചാലക്കുടിയിൽ 34 ലക്ഷം രൂപ ഇവിടെ ഇന്ന് വിതരണം ചെയ്യുന്നത്. 32 കോടി രൂപ 2 വർഷവും 4 മാസം കൊണ്ട് തൃശ്ശൂർ ജില്ലയിൽ 32 കോടി രൂപ കൊടുത്ത ഏക പ്രസ്ഥാനം വ്യാപാരി വ്യവസായി ഏകോപന സമിതി എന്ന പ്രസ്ഥാനമാണെന്ന് അഭിമാനത്തോടു കൂടി പറയാൻ ഞാൻ ആഗ്രഹിക്കുക. 34 ലക്ഷം രൂപയുടെ കാരുണ്യ പ്രവൃത്തി എന്ന് നോട്ടീസ് കണ്ടപ്പോൾ അതിൽ വരണം, മർച്ചൻ്റ് അസോസിയേഷനെ ഒന്ന് അഭിനന്ദിക്കണം എന്ന ഒറ്റ ആഗ്രഹത്തിനാണ് എത്തിച്ചേർന്നത്. എൻ്റെയും എൻ്റെ ഈ സെൻറ്റ് മേരീസ് കുടുംബത്തിൻ്റെയും 2200-ഓളം മക്കളുള്ള കുടുംബാംഗങ്ങളുള്ള ഈ സെൻറ്റ് മേരീസ് ഫൊറോന പള്ളി ഇടവകയുടെയും എല്ലാ അഭിനന്ദനങ്ങളും ഇവിടെയുള്ള 2000-ൽ പരം വരുന്ന ഈ ചാലക്കുടിയിലെ മർച്ചൻ്റ് അസോസിയേഷനും അതുപോലെ ജില്ലാ മർച്ചൻ്റ് അസോസിയേഷനും ഉള്ള എല്ലാ അഭിനന്ദനങ്ങളും അറിയിക്കുന്നു. ഈ കൂട്ടായ്മയുടെ കൂടെ ഇവിടെ ജീവിക്കാനുള്ള ഭാഗ്യം ലഭിച്ചതിനും ദൈവത്തിന് നന്ദി പറയുന്നു. ഭദ്രം പ്ലസ് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ വ്യാപാരികൾക്ക് ഇന്ന് ലഭിക്കുന്ന ഏറ്റവും വലിയ ഒരു ആനുകൂല്യമാണ്. അത് നമ്മുടെ ജില്ലാ KVSൻ്റെ ജില്ലാ ഭാരവാഹികളുടെ തലയിൽ ഉദിച്ച ഒരു ആശയം ഇന്ന് തൃശ്ശൂർ ജില്ലയിലെമ്പാടും പ്രാവർത്തികമായിക്കൊണ്ടിരിക്കുകയാണ്. കോടികൾ രൂപ ഇത്രയും കാലത്തിനിടയിൽ തന്നെ നമുക്ക് ജില്ലയിൽ വിതരണം ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. കാരുണ്യത്തിൻ്റെ മുഖമാണ് നമ്മളിവിടെ കാണാൻ സാധിച്ചത്. നമ്മുടെ വ്യാപാരികൾക്ക് വ്യാപാരം ചെയ്യുന്നതോടൊപ്പം വ്യാപാരികളുടെ മരണശേഷവും അവരെ കൈപ്പിടിച്ച് അവരുടെ കൂടെ ഉണ്ടെന്നുള്ളൊരു ബോധ്യം നമുക്കെല്ലാവർക്കും വരുത്തുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഈ ഒരു ചെറിയ ചടങ്ങ് നമ്മളിവിടെ സംഘടിപ്പിച്ചത്.